ആസ്പിറൻസ്, ഒരുപാട് പേരുടെ ഡൗട്ട് പരിഗണിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ എന്താണ് എന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആപ്പ് പർച്ചേസ് ചെയ്യാത്ത ഒരാൾക്ക് ആപ്പ് എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നും, അതുപോലെ ആപ്പ് ഓൾറെഡി പർച്ചേസ് ചെയ്തു, കോഴ്സ് പർച്ചേസ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു, പക്ഷേ DPP എവിടെയാണെന്ന് അറിയില്ല, ടെസ്റ്റ് എവിടെയാണെന്ന് അറിയില്ല, അനൗൺസ്മെന്റ്സ് എന്തിലാണ് അല്ലെങ്കിൽ അനൗൺസ്മെന്റ്സിൽ എന്താണ് വരുന്നതെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഡൗട്ടുകളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോവുക, വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ സൈലം ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പൊ തന്നെ നിങ്ങൾക്ക് സൈലം ലോഗിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക് വഴി നിങ്ങൾ നേരെ സൈലത്തിന്റെ ആപ്പിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞു, അത് വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കടന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഞാനും ഇവിടെ ഇപ്പോൾ ഓൾറെഡി ആപ്പ് പർച്ചേസ് ചെയ്യാത്ത ഒരാളുടെ ഫോൺ നമ്പർ കൊടുത്തു നോക്കാം. ഓക്കെ, സോ ഞാൻ ആപ്പ് പർച്ചേസ് ചെയ്യാത്തുള്ള ഫോൺ നമ്പർ കൊടുത്തപ്പോൾ അതാ എൻ്റർ യുവർ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു നോർമൽ SHB എന്ന ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്. ആൻഡ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പേര് കൊടുക്കുക. ദെൻ അപ്പോഴേക്കും നമുക്കൊരു OTP ആ നമ്പറിലേക്ക് വരും. OTP നമ്മൾ അതിലേക്ക് കൊടുക്കുക. ഓക്കെ, OTP കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ദാ നിങ്ങൾ ലോഗിൻ ആയി. അപ്പോൾ സൈഡിലായിട്ട് നിങ്ങളോട് ചോദിക്കും ഇതിൽ ഏത് എക്സാം ആണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ ഞാൻ ഇതിൽ നമ്മൾ നേരെ സൈലം SSC RRB ബാങ്കിങ്ങിലേക്ക് പോയി ബാങ്കിങ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. സോ ഇവിടെ മെയിൽ ID കൊടുക്കാൻ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു മെയിൽ ID കൊടുക്കുകയാണ്. പ്രൊഫൈൽ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇതിൽ ആപ്പിൽ നിന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പോൾ അൾട്ടിമേറ്റ് ബാങ്കർ ബാച്ച് ആണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് ഓൾറെഡി യു ക്യാൻ സീ ദി എമൗണ്ട് കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് സമ്മറി കൊടുത്തിട്ടുണ്ട്. ആൻഡ് അവിടെ ഒരു കൂപ്പൺ കോഡ് അറ്റ് പ്രസന്റ് വാലന്റൈൻസ് ഡേ ഒക്കെ നടക്കുന്നുണ്ട്, അവിടെ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് കാണാൻ പറ്റും. പ്രൊസീഡ് ടു ബൈ കൊടുത്തു കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ ഓപ്പൺ ആയി കിട്ടും. നിങ്ങൾ അതിൽ ഏതാണോ യൂസ് ചെയ്യുമ്പോൾ UPI ID ആണോ, കാർഡാണോ, നെറ്റ് ബാങ്കിങ് ആണോ, ഏതാണോ നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്, നിങ്ങൾ അത് കൊടുത്ത് പേയ്മെന്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിന്റെ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. സോ എങ്ങനെ കോഴ്സ് പർച്ചേസ് ചെയ്യണം എന്ന് നമ്മൾ വളരെ വ്യക്തമായി കണ്ടു. ഇനി കോഴ്സ് പർച്ചേസ് ചെയ്തവർക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പോവാണ്. ഓൾറെഡി കോഴ്സ് പർച്ചേസ് ചെയ്ത ഒരാളാണ് ഞാൻ. സോ ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ നമ്പർ കൊടുത്ത് ജോയിൻ ചെയ്തു, ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്യുമ്പോൾ എനിക്കൊരു OTP വരും. എൻ്റെ OTPയും കൂടി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ യെസ് വി ആർ ഡൺ. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ആപ്പിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ എൻ്റെ OTP കൊടുത്ത് വെരിഫൈ ചെയ്ത് ഓക്കെ, ഞാൻ മിഷൻ സൈനിക് ബാങ്ക് ബാച്ച് ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാങ്കിങ് നിങ്ങൾക്ക് കാണാം, സ്റ്റഡി യു ക്യാൻ സീ ദ ബാച്ചസ് ഓവർ ഹിയർ ആൻഡ് അപ്ഡേറ്റ് അക്കാഡമിക് ഇൻഫോ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ അക്കാഡമിക് ഇൻഫോസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തോളാം. ഈ സ്റ്റഡിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ക്ലാസ് സ്കെഡ്യൂൾ അല്ല എന്നാണ് കാണിക്കുന്നത്. ബട്ട് വ്യൂ ഓൾ ക്ലാസ്സിന് താഴെ ഒരു ചെറിയ ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും. ആ ഐക്കണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരെ അടുത്ത പേജിലേക്ക് വരാൻ സാധിക്കും. അവിടെ ആദ്യം ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഈ ബാച്ചിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഫാക്കൽറ്റീസിന്റെ പിക്ചേഴ്സും എല്ലാം അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം അവിടെ താഴെ ഉണ്ടാവും. അതിനുശേഷം ഓൾ ക്ലാസ്സസിലേക്ക് വരുമ്പോൾ ഓരോ സബ്ജക്ട് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്, കറന്റ് അഫയേഴ്സ്, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ. അപ്പോൾ സൈനിക് ബാങ്ക് ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് എടുത്ത് അതിന്റെ ക്ലാസ്, ഇപ്പോൾ കോണ്ടിന്റെ ക്ലാസ് ഓൾ കണ്ടന്റ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പൊ രണ്ട് ക്ലാസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ക്ലാസിന്റെ സൈഡിൽ ലെക്ചേഴ്സിന്റെ ഇപ്പുറത്തെ നോട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസിന്റെ നോട്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതേ സ്ഥാനത്ത് അപ്പുറത്തെ DPP PDFs, അപ്പൊ DPP PDFs അപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് DPP PDFs അവിടെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടായി DPP PDF അവിടെ എങ്ങനെ വരുന്നു എന്നതെങ്കിൽ ഞാൻ വേറൊരു ബാച്ച് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട്. ഇപ്പൊ നമ്മളിപ്പോ നോക്കിയത് ഏതായിരുന്നു, സൈനിക് ബാങ്കർ അല്ലേ. അപ്പൊ ഞാനിവിടെ അൾട്ടിമേറ്റ് ബാങ്കേഴ്സ് ബാച്ച് അടിക്കാം. ഓക്കെ, അൾട്ടിമേറ്റ് ബാങ്കേഴ്സ് ബാച്ച് ഞാൻ ടൈപ്പ് ചെയ്തു. എക്സാം വന്നു, ഞാൻ എക്സ്പ്ലോർ കൊടുത്തു. ഇവിടെ ഓൾ ക്ലാസ്സസ് വന്നപ്പം ഒരുപാട് ക്ലാസ് ഉണ്ട്. ഇംഗ്ലീഷ് തന്നെ ഞാൻ എടുക്കാം. ഇംഗ്ലീഷിൽ ഓൾ കണ്ടന്റ്സ് എടുക്കുമ്പോൾ ലെക്ചർ നിങ്ങൾക്ക് റൂൾ 1, റൂൾ 2, റൂൾ 3, റൂൾ 4, റൂൾ 5 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാമല്ലോ. ഇപ്പുറത്ത് പോയാൽ അതിന്റെ എല്ലാം നോട്ട്സ് അവൈലബിൾ ആണ്. ആൻഡ് അവിടെ നിന്ന് അപ്പുറത്ത് പോയാൽ DPP, നൗണിന്റെയും പ്രോനൗണിന്റെയും DPPs ഇപ്പൊ അവൈലബിൾ ആണ്. സോ അങ്ങനെ നമ്മൾ ഓൾ കണ്ടന്റ്സിൽ കയറി DPP എവിടെയാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി ടെസ്റ്റുകൾ ഇവൻച്വലി നിങ്ങൾക്ക് അവിടെ അപ്ഡേറ്റ് ആയി വരുന്നതായിരിക്കും. അതുപോലെ തൊട്ടിപ്പുറത്ത് അനൗൺസ്മെന്റ് സെഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഗ്രൂപ്പ് ജനറൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എന്താവാൻ സാധിക്കും, ഈ ഒരു ബാച്ചിന്റെ ജനറൽ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ഓൺ ആവാനായിട്ട് സാധിക്കും. ഓക്കെ,
ഇനി നിങ്ങൾ വീണ്ടും തിരിച്ചു വരണമെങ്കിൽ ഐ ഷോ യു സം അതർ ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും ഇതിൽ ടെസ്റ്റുകൾ എവിടെയാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഉള്ള വേറൊരു ബാച്ചിന്റെ ടെസ്റ്റുകൾ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയിരുന്നു അച്ചീവേഴ്സ് ബാച്ച്. അപ്പൊ ഞാൻ അച്ചീവേഴ്സ് ബാച്ചിന്റെ ക്ലാസ്സസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് ഫുൾ ലെങ്ത് ടെസ്റ്റ് കിടക്കുന്ന കാണാനായിട്ട് സാധിക്കും. ഓക്കെ,